ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ എതിർത്ത ഒരു കാലം അവർക്കുണ്ടായിരുന്നു. ഒരുപാട് കാലം എതിർത്തു. പക്ഷേ അല്ലാഹുവിന്റെ ഉന്നതമായ തൗഫീഖ് എന്നോളം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ സുറൈജ് തങ്ങൾ ഒരിക്കൽ ആ കാൽക്കീയിൽ വീഴുകയാണ്. അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കുകയാണ്. ആ സുഹ്ബത്തിലായി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ അന്നഹു തകല്ലമ യൗമാ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ സുറൈജ് തങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് പ്രത്യേകമായ വാതിലാണ്. വല്ലാത്ത വാഴുകളാണ്. ഏതെല്ലാം ഹഖായിഖുകൾ, ഏതെല്ലാം അസ്റാറുകൾ ലോകത്തൊരു കിതാബിൽ നിന്നും കിട്ടാത്ത, ഒരു ഉസ്താദിൽ നിന്നും കിട്ടാത്ത, ഒരുത്തനും കഴിയാത്ത ഉന്നതമായ കലാമുകൾ ഇബ്നു സുറൈജ് തങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഫഅജബ ബിഹി ബഅദുൽ ഹാദിരീൻ, അവിടെ കൂടിയ കുറച്ച് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായി. വല്ലാത്ത അത്ഭുതം. ഇത്രയും വലിയ ഇൽമുകൾ, ലോകത്തെവിടെ നിന്നും കിട്ടാത്ത ഉന്നതമായ നിധികൾ അഹ്മദ് ബിൻ സുറൈജ് തങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ അവിടെ കൂടിയ ആലിമീങ്ങൾ വരെ തലയിൽ കൈവച്ചുപോയി. അവര് പഠിച്ച ദർസില്ലതില്ല, അവര് പഠിച്ച കിതാബില്ലതില്ല, അതങ്ങനത്തെ ഉലൂമുമല്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ മറുപടി, അത്ഭുതപ്പെടണ്ട, ഇതൊന്നും എന്റെ പവറല്ല, ഞാൻ പഠിച്ച കിതാബിൽ നിന്ന് കിട്ടിയതല്ല, ഒരു ദർസിൽ നിന്നും എനിക്ക് കിട്ടിയതല്ല. ഞാൻ പറയുന്ന ഓരോ ഉലൂമുകളും ഹാദാ ബി ബറകതി മുജാലസതി അബിൽ ഖാസിമിൽ ജുനൈദ്, ഇതെനിക്ക് കിട്ടിയത് എൻ്റെ ശൈഖായ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോടുള്ള സുഹബത്തിൽ നിന്നാണ്, അവരോട് കൂടെയുള്ള ആ മുജാലസത്തിൽ നിന്നാണ് ഈ ഹഖായിഖുകൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ലോകമേ, അവരിലേക്ക് മടങ്ങുക, അവരാണ് അല്ലാഹുവിന്റെ ആളുകൾ. ഈ ഒരു ഉന്നതമായ പാഠമാണ് എല്ലാ ഇമാമിയങ്ങളിലും നമ്മൾ കണ്ടത്. ഏതെല്ലാം ഇമാമിയങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരൊക്കെയും കാണിച്ചു തന്ന ഹക്കായ വഴിയാണത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാരുണ്ടോ അവരൊക്കെയും കാണിച്ചു തന്ന ആ മഹത്തായ പാതയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോടുള്ള ബന്ധം, അവരോടുള്ള സുഹബത്ത്. ഒരുപക്ഷെ അല്ലാഹുവിന്റെ ആളുകൾ, ഞാൻ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേങ്ങരയിലാണ്. വേങ്ങരയുടെ നൂറായ വേങ്ങരയിൽ ഉണ്ട് മഹാബാബുല്ലാഹി എന്ന് പറഞ്ഞ ഉന്നതരായ മഹാനരായ താജുൽ ഔലിയ വേങ്ങര കോയപ്പാപ്പയുടെ മഹത്തായ പാദസ്പർശനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരായിരുന്നു കോയപ്പാപ്പ? ഈ വേങ്ങരയിലും പരിസരത്തും അവർ ജീവിച്ച കാലത്ത് അവരുടെ ഭാവം കണ്ടോ, അവരുടെ കോലം കണ്ടോ, വസ്ത്രധാരണകൾ കണ്ടോ, അവരെ വിലയിരുത്താൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. ആ കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു അന്ന് ഈ വേങ്ങരയിലും പരിസരത്തും ജീവിച്ചപ്പോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണെന്ന് പറയപ്പെടുന്നവർ അവര് തന്നെ വന്നിട്ട് പറഞ്ഞില്ലേ, കോയപ്പാപ്പ ശരിയില്ല, നിസ്കരിക്കാത്ത ആളാണ്, ഔറത്ത് മറക്കാത്ത ആളാണ്, അവിടെ പോകാൻ പാടില്ല എന്ന് ആ കാലഘട്ടത്തിലെ പണ്ഡിതവർഗം പറഞ്ഞപ്പോ അന്ന് വന്നു കാലഘട്ടത്തിന്റെ സൂര്യ തേജസ്സായ മഹാനരായ ശംസുൽ ഉലമാ. അതാണ് അവിടുത്തെ മഹത്വം. ആ ശംസുൽ ഉലമാ ഈ വേങ്ങരയിലും പരിസരത്തും വന്ന് ആ ആലിമീങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി ശംസുൽ ഉലമ പ്രഖ്യാപിച്ചതാണ്, അവര് താജുൽ ഔലിയാണ്, ഔലിയാക്കളുടെ ലോകത്തെ രാജകിരീടമാണ് മഹാനായ വലിയുല്ലാഹി കോയപ്പാപ്പ റളിയല്ലാഹു അൻഹു. അവരെ നിങ്ങളെ കാഴ്ച കൊണ്ട്, നിങ്ങളുടെ കിതാബ് കൊണ്ട്, നിങ്ങളെ മസ്അല കൊണ്ട് അവരെ അളക്കാൻ പോകണ്ട, തീ കൊള്ളികൊണ്ട് നിങ്ങൾ തല ചൊറിയണ്ട. ഉന്നതനായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ രൂപമൊന്നും നമ്മുടെ കാഴ്ചയിൽ അത് അത്രയും ഉഷാറൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അതല്ലേ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ പറഞ്ഞത്, അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് മിമ്മാ മന്നല്ലാഹു തബാറക വതആല ബിഹി അലയ്യ അഖ്ദി ബഅദ മഖാമാത്തി ത്വരീഖ് അൻ ഉമ്മിയിൻ ലാ യഖറഉ വലാ യക്തുബ് വഹുവ സയ്യിദി അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എനിക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്, അല്ലാഹു എനിക്ക് തന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നിഅമത്ത് എൻ്റെ ശൈഖായ അലിയുൽ ഖവാസ് തങ്ങളെ എനിക്ക് അല്ലാഹു തന്നു എന്നതാണ്.
എന്നിട്ട് അലിയുൽ ഖവാസ് തങ്ങളുടെ മഹത്വമായി പറഞ്ഞതെന്താ? ലാ യഖ്റഉ വലാ യക്തുബ്. ഒരു ദർസിലും അവർ പോയിട്ടില്ല, ഒരു ഉസ്താദിന്റെ കീഴിലും അവർ പഠിച്ചിട്ടില്ല, ഒരു ദർസിലും അവരില്ല. പക്ഷേ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ എന്ന് പറഞ്ഞ ഉന്നത മഖാമിൽ അല്ലാഹു എല്ലാം കൊടുത്ത സയ്യിദി അലിയുൽ ഖവാസ് തങ്ങളെ എനിക്ക് കിട്ടി എന്നതാണ് ഈ ലോകത്ത് അല്ലാഹു എനിക്ക് തന്ന ഏറ്റവും ഉന്നതമായ തൗഫീഖ് എന്ന് പഠിപ്പിച്ചത് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഉന്നതനായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെയും മശായിഖന്മാരെയും കൂടെ കൂടുക. അവരില്ലാതെ നമുക്കൊരു സബീലുമില്ല, നമുക്കൊരു നജാത്തുമില്ല. അവർ മാത്രമാണ് നമുക്കുള്ള എല്ലാ ആധാരവും. ആ മശായിഖന്മാരുടെ റിളയിലായി, അവരുടെ പൊരുത്തത്തിലായി ജീവിച്ച് അവരുടെ ഇഷ്ടത്തിലായി മൗത്തെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഖി റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രത്യേകം പറഞ്ഞത് കാണാം, 4 ഘട്ടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിട്ടുകടക്കൽ നിർബന്ധമാണ്. ആ 4 ഘട്ടങ്ങളിൽ നിന്നെ സഹായിക്കാൻ ലോകത്തെ ഒരു പണ്ഡിതനും സാധ്യമല്ല, ഒരു ഉസ്താദിനും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല. ആ സമയങ്ങളിൽ നിന്റെ കൈ പിടിച്ച് നിനക്ക് വാങ്ങേണ്ടത് വാങ്ങിത്തരാൻ, നിനക്ക് നൽകേണ്ടത് നൽകാൻ ഖുദ്റത്തുடைய ഉന്നതരായ മശായിഖന്മാര് മാത്രം തന്നെ അതിന് പറ്റുകയുള്ളൂ. അതിലെ 4 വക്തുകൾ: ഒന്ന്, നിന്റെ മുമ്പിൽ നേരെ മലക്കുൽ മൗത്ത് അസ്റായീൽ വരുന്ന സമയം; 2, ഖബറാകുന്ന ആ ഇരുട്ടറയിൽ നീ എത്തുന്ന സമയം; 3, നിന്റെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാനിന്റെ സമീപം; 4ാമത്തെ ഘട്ടം സിറാത്ത് എന്ന പാലം കടക്കുമ്പോൾ. ഈ 4 ഘട്ടങ്ങളിൽ നിന്നെ സഹായിക്കണമെങ്കിൽ കാലഘട്ടത്തിൽ അല്ലാഹുവിൽ നിന്ന് വിവരം വരുന്ന, അല്ലാഹുമായി ബന്ധമുള്ള, അല്ലാഹ് സംസാരിക്കുന്ന ഉന്നതരായ മശായിഖന്മാരുണ്ട്. ആ മശായിഖന്മാരുടെ കരം പുൽകലല്ലാതെ നിനക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമ പഠിപ്പിച്ച, ശംസുൽ ഉലമ വലിയ ആലിമായിരിക്കെ, വലിയ ഫഖീഹായിരിക്കെ, സമാനതകളില്ലാത്ത ഉന്നതനായ പണ്ഡിതനായിട്ട് പോലും അവിടുത്തെ ഒരു കാലഘട്ടത്തിൽ ആ ദർസിലുണ്ടായിരുന്ന അവിടുത്തെ കുടുംബത്തിലെ അനിയനായ ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം റഈസുൽ മഹ്ബൂബീൻ അശ്ശൈഖ് വലിയുല്ലാഹി മുഹമ്മദ് അബീബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറ, ആ പരിശുദ്ധമായ ഹളറത്തിൽ അന്ന് ശാഫിഈ ഇമാം ഇരുന്ന പോലെ, ഇമാമുൻ നവവി തങ്ങൾ ഇരുന്ന പോലെ, ഇമാം ഗസാലി തങ്ങൾ ഇരുന്ന പോലെ, ഇമാം റാസി തങ്ങൾ ഇരുന്ന പോലെ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഇരുന്ന പോലെ, പൊന്നാനി മഖ്ദൂമികൾ ഇരുന്ന പോലെ, അതേ കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ പരിശുദ്ധ സവിധം തേടി ശൈഖുനായുടെ കാൽക്കീയിൽ ചെറിയ മുതഅല്ലിമായി ശംസുൽ ഉലമ ഇരുന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. അതിൻ്റെ അപ്പുറം ഞങ്ങളാണ് യഥാർത്ഥ മശായിഖ് എന്ന് പറഞ്ഞ്, ഇനി ശൈഖ് വേണ്ട, ഞങ്ങളെ പിന്തുടർന്നോളൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ ചൂഷണം ചെയ്യുന്ന കുത്തരീഖായ മന്നാഉൽ ഖൈറായ പണ്ഡിത വ്യാജന്മാർ അവര് വിലസുമ്പോ അത്തരക്കാര് ദീനുമായിട്ടൊരു ബന്ധമില്ലെന്നും യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് അത് മശായിഖന്മാരുടെ വഴിയാണെന്നും കാലഘട്ടത്തിന്റെ കാവൽപ്പടന്മാരായ ഉന്നതരായ മശായിഖന്മാർ ഇന്ന് ലോകത്ത് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനാണല്ലോ വരുന്നത്. നല്ല ഒരു വൈത്തിരിവ്, നല്ലൊരു മാറ്റം നമുക്കൊക്കെ അല്ലാഹു നൽകി മശായിഖന്മാരുടെ പ്രത്യേക ഹിമായത്തിൽ, അവരുടെ ഇഷ്ടത്തിൽ, അവരുടെ അടിമകളായി അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ.